ശ്രീരാജു പി നായർ ഇപ്പോൾ പോറ്റിയെ കേറ്റിയതാര് എന്ന പാട്ട് പാടുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നു. ഇപ്പോഴും CPM-നെ സംബന്ധിച്ച് ഒരാരോപണം അവിടെ നിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാലയളവിലും ഉണ്ടായിരുന്നു ചില വലിയ അഴിമതിയുടെ വിവരങ്ങൾ എന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. ഇപ്പോൾ കൊടിമരത്തിൻ്റെ കാര്യമാണെങ്കിൽ കൊടിമരം അതിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്ന അജയ് തറയിൽ പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കും, സിമന്റ് ഇളകിപ്പോയി അതിൻ്റെ കമ്പികളൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പണം പിരിക്കൽ നടന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഫോണെക്സ് ഫൗണ്ടേഷൻ ദേവസ്വം ബോർഡിന് പണം സംഭാവന ചെയ്യുന്നുണ്ട്. അത് 3,20,00,000 അതുകൂടാതെ പല പണക്കാരിൽ നിന്നും സിനിമാ താരങ്ങളിലും ഒക്കെ പണം പിരിക്കുന്നു. ആ പണം പിരിക്കലിനൊക്കെ തന്ത്രിയുടെ പ്രധാനപ്പെട്ട റോളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം കൂടെ നിൽക്കുന്ന ദേവസ്വം ബോർഡ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ കാലത്ത് നടക്കുന്നതല്ല എന്ന് വ്യക്തമാകുകയല്ലേ ശ്രീരാജു പി നായർ? പ്രതി ഏതു മുന്നണിയുടെ സമയത്താണെങ്കിലും ആര് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലത്താണെങ്കിലും അവിടെ എന്തെങ്കിലും അനധികൃതമായി ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞങ്ങൾ ഒരിക്കലും ഒരാളെയും സംരക്ഷിക്കില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഈ വാജിവാഹനം കൈമാറുന്നത് വളരെ പരസ്യമായിട്ടാണ് കൈമാറുന്നത്. നിങ്ങൾ അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ, പ്രയാർ ഗോപാലകൃഷ്ണനും ശ്രീ അജയ് തറയിലും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ വാജിവാഹനം കൈമാറുന്ന ചിത്രമുണ്ട്, ആൾക്കാരുമുണ്ട്. ഞാൻ ലോകത്തൊരിടത്തും ഒരു കൊള്ള മുതൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ട് കൈമാറുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനത്തെ കൊള്ള മുതൽ ഒരാൾക്ക് അത്തരത്തിൽ കൈമാറുമോ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ജനം ചിന്തിക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പണി നടക്കുമ്പോൾ, കൊടിമരത്തിൻ്റെ പണി നടക്കുമ്പോൾ ശ്രീ ASP കുറുപ്പ്, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയർ, ആ ശ്രീ അഡ്വക്കേറ്റ് AS കുറുപ്പ് എല്ലാ ആഴ്ചയും അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല എല്ലാ ആഴ്ചയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് ആ കൊടിമരത്തിൻ്റെ പണി അവിടെ നടക്കുന്നത്. അപ്പോൾ വളരെയധികം ചട്ടപ്രകാരം ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ച് എല്ലാ ആഴ്ചയും റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കൊടിമരത്തിന്റെ നിർമ്മാണം അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ക്രമക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സംശയത്തിനും ഞങ്ങൾ അതിനകത്ത് നിന്ന് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. എന്ത് സംശയവും അന്വേഷിക്കട്ടെ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നും അതിനകത്ത് കൊണ്ടേ കെട്ടണ്ട. ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം 2019 ഉത്തരവാണ് ഇവിടുത്തെ പ്രശ്നം. ആ 2019 ഉത്തരവിൽ ആ ക്ഷേത്രത്തിനകത്ത് കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇന്ന് 3 പേരും ജയിലിലായിരിക്കുന്ന ആ ബോർഡിന് എന്ത് താല്പര്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കാൻ? അവിടെയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയെന്നുള്ളത് അവിടെയാണ്. അല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ കയറിയല്ല. ഉത്തരവിലേക്ക് എങ്ങനെ കയറി? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രമാത്രം വലിയ വിശ്വാസപരമായും സാമ്പത്തികമായും വൈകാരികമായും കോടികൾ വിലമതിക്കുന്നത് കൈകാര്യം ചെയ്യാനുള്ള വിശ്വാസ്യത ഉണ്ട് എന്ന് എങ്ങനെ കണ്ടെത്തി? ആ ബോർഡിന്റെ ഉത്തരവ് കൊണ്ടല്ലേ ഇയാൾ നടന്ന് കച്ചവടം നടത്തിയത്. ഇനി കച്ചവടം അങ്ങനെ അല്ല നടന്നിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സ്മൃതി, എന്താ ഹൈക്കോടതി പറഞ്ഞത് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘവുമായിട്ടുള്ള സുഭാഷ് കപൂർ പോലെയുള്ള സംവിധാനങ്ങളുടെ മാതൃകയിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇത് ഒരു ദിവസം ഇളക്കിക്കൊണ്ടുപോയി 39 ദിവസം കൊണ്ട് ഇതിന് ഒരു പൊട്ടൻഷ്യൽ ബയറെ കണ്ടുപിടിച്ച് അതിവിടുന്ന് കടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല. മറിച്ച് ഈ പറയുന്ന ഗൂഢാലോചന മുഴുവൻ നടത്തി അയ്യപ്പന്റെ ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ പുറത്തെടുത്ത് അതിൻ്റെ കൃത്യമായിട്ട് മൗൾഡ് ഉണ്ടാക്കി, റെപ്ലിക്ക ഉണ്ടാക്കി, ആ റെപ്ലിക്ക സ്വർണം പൂശി അവിടെ കൊണ്ടുപോയി വെക്കാനും യഥാർത്ഥത്തിലുള്ള ദ്വാരപാലക ശില്പവും ക്ഷേത്രപ്പാളിയുമെല്ലാം ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്താനും വേണ്ടിയുള്ള ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ മുഴുവൻ ഗൂഢാലോചനയ്ക്ക് ശേഷം ആ ഗൂഢാലോചന ഭാഗമായിട്ടുണ്ടായതാണ് 2019 ഉത്തരവ്. ഹൈക്കോടതി പറഞ്ഞല്ലോ ഈ കേസിന്റെ മുഴുവൻ ഏറ്റവും വലിയ ഗൂഢാലോചന നടക്കുന്ന ഈ ഉത്തരവിലാണ്. ആ ഉത്തരവിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അദ്ദേഹത്തിന്റെ കൈപ്പട കൊണ്ട് പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പാക്കി എടുത്തത്. ആർക്കാണ് സ്മൃതി അറിയാൻ പാടില്ലാത്തത്? സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ് ആ അയ്യപ്പന്റെ മുന്നിലുള്ള ശ്രീകോവിലിന് ഉള്ള മുഴുവൻ പാളികളും വാതിലും ഉൾപ്പെടെയുള്ളതെന്നും UB ഗ്രൂപ്പ് അത് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതല്ലേ.
പക്ഷെ പത്മകുമാറിനും തന്ത്രിക്കും ഉൾപ്പെടെയുള്ള ഈ ഗൂഢസംഘത്തിന് അത്തരത്തിൽ അത് സ്വർണം പൊതിഞ്ഞതാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു, അവിടെ ചെമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അപ്പോ ഈ കൊള്ളയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഗൂഢാലോചനയും തുടങ്ങുന്നത് 2019 ശരി. ആ 2019 ഉത്തരവിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ SIT പരിശോധിച്ചപ്പോഴാണ് ഇന്ന് 10ഓളം CPM-കാർ ജയിലിൽ കിടക്കുന്നത്. 10ഓളം CPM-കാർ ഇല്ലേ? എൻ വാസു, പത്മകുമാർ, പിന്നെ വിജയകുമാർ, ഇപ്പൊ ശങ്കർദാസ്, പിന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ, ഞാൻ ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞ GS ബൈജു തുടങ്ങി ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 10ഓളം CPM-കാർ ഇന്ന് ജയിലിനകത്താ. ഒരു കോൺഗ്രസ്സുകാരനെതിരെയും ഒരു മൊഴി പോലുമില്ല. സോണിയാഗാന്ധിയെ കണ്ട ഒരു ചിത്രം വെച്ചുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു റിപ്പോർട്ട് ചെയ്തതിൽ റിപ്പോർട്ടർ ഉണ്ടായിരുന്നല്ലോ. ശരി, അത് വിടൂ. അത് രാഷ്ട്രീയ ആരോപണമാകട്ടെ ശ്രീ രാജു പി നായർ. പക്ഷേ ചോദ്യം ചെയ്യാൻ പോകുന്നു മൊഴി അത് വിടല്ല സ്മൃതി, അത് വിടല്ലേ ജനം മനസ്സിലാക്കട്ടെ. കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പുകമറയുണ്ടാക്കി. എത്ര ദിവസം കഴിഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട്? ഇതുവരെ ആ അന്വേഷണ സംഘം അടൂർ പ്രകാശിന് ചോദ്യം ഒരു ഇതെങ്കിലും സമൻസെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മൊഴിയെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് വിളിച്ചു പറഞ്ഞ് വെടിവഴിപാട് നടത്തിയല്ലോ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ. എങ്ങനെയാണ് അത് വിളിച്ചു പറയാതെ ഒതുക്കത്തിൽ നിങ്ങളെ ആരെയും അറിയിക്കാതെ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത്? അതിൽ PS പ്രശാന്തിനെതിരെ കോടതിയുടെ നിരീക്ഷണമല്ലേ 2019 ക്രമക്കേട് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവിലൂടെ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു? ഇതുവരെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശരി, അടുത്തൊരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. ശ്രീ രാജു പി നായർ, കോൺഗ്രസിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ഉറപ്പായിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ കൊടിമരത്തിന്റെ കാര്യത്തിൽ കൊടിമരത്തിന് സ്പോൺസർ ഉണ്ടായിരുന്നു എന്നതിനൊപ്പം തന്നെ പണം പിരിച്ചു എന്നതിന്റെ വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന UDF കാലത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും പ്രതികളാവുകയാണെങ്കിൽ അന്ന് നിങ്ങൾ എന്തു പറയുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തത്, അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. ഈ വാജി വാഹനം ഒരു കട്ട മുതലായി അല്ലെങ്കിൽ അത് ഒരുമിച്ച് കക്കാനുള്ള ഒരു ആലോചനയായിരുന്നെങ്കിൽ ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരില്ലല്ലോ. അന്ന് തന്നെ വാജി വാഹനം കൈമാറുന്നതൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. ശരി, പക്ഷേ വാജി വാഹനത്തിന്റെ ഉടമസ്ഥനാകുന്നില്ല തന്ത്രി എന്നൊരു വിഷയം കൂടി ഉണ്ടെന്നേ. തന്ത്രിക്ക് എങ്ങനെ കൈമാറും? അപ്പോൾ അത് വിശ്വാസപരമായി അങ്ങനെ കൈമാറി എന്നാണ് ഇതിൽ അജയ് തറയിൽ പറയുന്നത്. അങ്ങനെ കൈമാറിക്കൂടാ, അത് ദേവസ്വത്തിന്റെ സ്വത്താണെന്ന ഉത്തരവുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട് 2012 ആ ഉത്തരവ് എനിക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുകയാണോ ഒരു ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുക? അല്ല, അവിടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. പക്ഷെ ഒരു ശബരിമലയിലെ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അവസാനത്തെ വാക്കാരാ? തന്ത്രിയല്ലേ. തന്ത്രപ്രകാരം ഇത് അദ്ദേഹത്തിനാണ് കൈമാറേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശബരിമലയിലെ തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും അധിപനായ തന്ത്രി, ആ തന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ ആ ആചാരത്തെ നിഷേധിക്കാൻ കഴിയുക? അല്ലല്ലോ. അതിന് മറ്റുള്ള ഒരു ഉത്തരവുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണം. ഞങ്ങളൊരു കാര്യം പറയാം, കോൺഗ്രസിന്റെ ആർക്കെങ്കിൽക്കുമെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയ ഒരു അന്വേഷണം ഉണ്ടായാൽ ഞങ്ങൾ CPM-നെ പോലെ വന്നിരുന്ന് ന്യായീകരിക്കില്ല. നിയമ നടപടി ഉണ്ടാവുന്നതിന് ആരെയും എതിർക്കുന്നില്ല. ശരി, ശ്രീ രാജു പി നായർ, അന്നത്തെ 2012 ഉത്തരവിൽ ഈ പ്രത്യേക ഭാഗം ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് പറയുന്നതിൽ ക്ഷേത്രങ്ങളിൽ ഭാവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നതും അങ്ങനെ അല്ലാത്തതുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയാണ് തന്ത്രിക്ക് കൈമാറുക? തന്ത്രി പറയുകയാണ് അത് എൻ്റെ ആണെന്ന്, എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്, അപ്പോഴേക്കും എടുത്തു കൊടുക്കുകയാണ്. അല്ല, ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് കൈമാറണം എന്നുള്ളതാണ്. തന്ത്രിക്ക് ആചാരപ്രകാരം അത് കൈമാറാൻ പാടില്ലെന്നില്ല. അത് കൈമാറിയപ്പോ തന്ത്രി ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് അത് രജിസ്റ്ററിൽ കയറ്റണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത് ഹൈക്കോടതിയുടെ അറിവോടുകൂടിയല്ലേ? ഹൈക്കോടതിയുടെ അമ്യൂസ്ക്യൂസ് ക്യൂറി നിൽക്കുമ്പോഴല്ലേ ആഴ്ചയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ നടന്നിട്ടുള്ളത്? അപ്പൊ അത്തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ മുന്നിൽ അതുണ്ട്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം.
അത് സ്വത്തുക്കൾ തന്ത്രിക്ക് കൊണ്ടുപോകാൻ പാടില്ല, പക്ഷെ ആചാരപ്രകാരം തന്ത്രിക്ക് കിട്ടും. ശരിക്കും എന്താ തന്ത്രിക്ക് ലഭിക്കുന്നത് എന്തും അത് ദേവസ്വത്തിന് സ്വത്തായിട്ട് മാറേണ്ടതല്ലേ? ശരി. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് കിട്ടുന്ന സമ്മാനങ്ങൾ ഉൾപ്പെടെ അത് രാജ്യത്തിന്റെ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് ആചാരപ്രകാരം കൈമാറുന്നതല്ല പ്രശ്നം. തന്ത്രി അത് ദേവസ്വത്തിന്റെ സ്വത്താക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതില്ലാന്നുണ്ടെങ്കിൽ അത് തന്ത്രി അതിനകത്ത് ആൻസറബിൾ ആണ്. ശരി, അത് തന്ത്രി മാത്രമാണോ അതിൽ ആൻസറബിൾ ആകുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഉറപ്പായിട്ടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.